നമസ്കാരം, സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേഷൻ ബേസ് ചെയ്ത് വരുന്ന കേരള ബാങ്ക്, അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന എക്സാമുകളിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മാർക്ക് എത്രയെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിൽമ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. മിൽമ എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻസ് 21 April 1970, 21 April 1980, 21 April 1990, 21 April 2000. കറക്റ്റ് ആൻസർ 21 April 1980. 1980 ഏപ്രിൽ 21 മിൽമ രൂപീകൃതമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെസ് സ്റ്റാൻഡ്സ് ഫോർ. സെസ്സിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻസ് സ്പെഷ്യൽ എക്സ്പോർട്ട് സോൺ, സ്പെഷ്യൽ ഇക്വിറ്റി സോൺ, സ്പെസിഫിക് ഇക്കോണമിക് സോൺ, സ്പെഷ്യൽ ഇക്കോണമിക് സോൺ. കറക്റ്റ് ആൻസർ സ്പെഷ്യൽ എക്കോണമിക് സോൺ. SEZൻ്റെ പൂർണ്ണരൂപം സ്പെഷ്യൽ ഇക്കോണമിക് സോൺ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ SC/ST വെയർ സ്റ്റാർട്ടഡ് ഇൻ കേരള? ഏത് വർഷമാണ് കേരളത്തിൽ SC/STക്ക് വേണ്ടിയിട്ട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ്സ് ആരംഭിച്ചത്? ഓപ്ഷൻസ് 1960, 1961, 1963, 1962. കറക്റ്റ് ആൻസർ 1960 ആണ്. 1960 കേരളത്തിൽ ആദ്യമായി SC/STക്ക് വേണ്ടിയിട്ട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ്സ് ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ഈസ് കോൾഡ്. ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ. കറക്റ്റ് ആൻസർ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഡാഷ് പ്രിഫറൻസ് ഷെയർസ് ആർ ടു ബി റീപെയ്ഡ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഏത് തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകളാണ് ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ റീപേ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് റെഡീമബിൾ, ഇർറെഡീമബിൾ, കൺവെർട്ടബിൾ, നോൺ കൺവെർട്ടബിൾ. കറക്റ്റ് ആൻസർ റെഡീമബിൾ ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം റീപേ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഓഫ് ദി കമ്മിറ്റി ഇൻ ഓഫീസ് വിൽ എക്സ്പയർ വിത്തിൻ 30 days. എ ന്യൂ കമ്മിറ്റി ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് പെർ. ഒരു ഓഫീസിലെ കമ്മിറ്റി 30 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകുമ്പോൾ പുതിയ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻസ് സെക്ഷൻ 30, സെക്ഷൻ 31, സെക്ഷൻ 32, സെക്ഷൻ 33. കറക്റ്റ് ആൻസർ സെക്ഷൻ 33 ആണ്. ഒരു ഓഫീസിലെ കമ്മിറ്റി 30 ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആകുമ്പോൾ പുതിയൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെക്ഷൻ 33 പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈസ് അറ്റ്. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസ് മുംബൈ, ചെന്നൈ, ന്യൂഡൽഹി, കൊൽക്കത്ത. കറക്റ്റ് ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടിജന്റ് ലയബിലിറ്റി എന്നാൽ എന്താണ്? ഓപ്ഷൻസ് എ ലയബിലിറ്റി വിച്ച് മസ്റ്റ് അറൈസ്, എ ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ്, ആൻ അസറ്റ് ഇൻ ഡിസ്ക്യൂസ്, എ ഫിക്റ്റീഷ്യസ് ലയബിലിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എ ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ്. കണ്ടിജന്റ് ലയബിലിറ്റി എന്നാൽ എ ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the maximum inspection fee for a member regardless of the number of years inspected? Options: rupees 50, rupees 100, rupees 75, rupees 150. കറക്റ്റ് ആൻസർ റുപ്പീസ് 100. എത്ര വർഷം പരിശോധന നടത്തി എന്നുള്ളത് പരിഗണിക്കാതെ ഒരു മെമ്പറിന് വരുന്ന മാക്സിമം ഇൻസ്പെക്ഷൻ ഫീ 100 രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സോഷ്യൽ റീഫോമർ അസോസിയേറ്റഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് ഉറുലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാസ്. ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ഉറുലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണത്തിൽ അസോസിയേറ്റ് ചെയ്തിരുന്നത്? ഓപ്ഷൻസ്: വാഗ്ഭടാനന്ദ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ. കറക്റ്റ് ആൻസർ വാഗ്ഭടാനന്ദയാണ്. ഉറുലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ അസോസിയേറ്റ് ചെയ്ത സോഷ്യൽ റീഫോർമറാണ് വാഗ്ഭടാനന്ദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഫോം മസ്റ്റ് ദി ആപ്ലിക്കേഷൻ ഫീ ടേക്ക് ടു ഒബ്റ്റെയിൻ ഡോക്യുമെന്റ് ഫ്രം ദി രജിസ്ട്രാർസ് ഓഫീസ്? രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നും ഡോക്യുമെന്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഏത് ഫോമിലാണ് അടയ്ക്കേണ്ടുന്നത്? ഓപ്ഷൻസ്: ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഓൺലൈൻ പേയ്മെന്റ്, കോർട്ട് ഫീ സ്റ്റാമ്പ്, ക്യാഷ് പേയ്മെന്റ്. കറക്റ്റ് ആൻസർ കോർട്ട് ഫീ സ്റ്റാമ്പ് ആണ്. രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്നും ഡോക്യുമെന്റ് കിട്ടാനായിട്ട് ആപ്ലിക്കേഷൻ ഫീ കോർട്ട് ഫീ സ്റ്റാമ്പായിട്ടാണ് അടയ്ക്കേണ്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റബ്ബക് ബലൂൺസ്, ഭാരത് ജൈവ, കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സ്ചർ ആർ ദി പ്രോഡക്റ്റ് ഓഫ്. ഇതെല്ലാം എന്തിന്റെ പ്രോഡക്ട്സ് ആണ്? ഓപ്ഷൻസ്: മത്സ്യഫെഡ്, റബ്ബർ മാർക്ക്, മിൽമ, ഹാൻഡെക്സ്. കറക്റ്റ് ആൻസർ റബ്ബർ മാർക്കാണ്. റബ്ബക് ബലൂൺസ്, ഭാരത് ജൈവ, കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സ്ചേഴ്സ് ഇതെല്ലാം റബ്ബർ മാർക്കിന്റെ പ്രോഡക്ട്സുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷെയർസ് ഓഫ് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി ഹൈപ്പോത്തിക്കേറ്റഡ് ബൈ മെമ്പേഴ്സ് ആസ് സെക്യൂരിറ്റി ഫോർ എ ലോൺ ടു. ഓപ്ഷൻസ്: എനി അതർ മെമ്പർ, ദ സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി, ദ രജിസ്ട്രാർ, എ ബാങ്ക്. Correct answer: the society or any other society. Shares of a society shall not be hypothecated by members as security for a loan to the society or any other society. Next question. Which state in India has no RRB? Options: Bihar, Assam, Gujarat, Goa and Sikkim. കറക്റ്റ് ആൻസർ ഗോവ ആൻഡ് സിക്കിം ആണ്. RRB ഇല്ലാത്ത ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് ഗോവയും സിക്കിമും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഒഫീഷ്യലി ഇനാഗുറേറ്റഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തത്? ഓപ്ഷൻസ്: 1950, 1947, 1935, 1930. കറക്റ്റ് ആൻസർ 1935 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തത് 1935 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് SBI വാസ് ഫോംഡ്. SBI ഏത് വർഷമാണ് രൂപീകരിച്ചത്? ഓപ്ഷൻസ്: 1935, 1955, 1947, 1969. കറക്റ്റ് ആൻസർ 1955 ആണ്. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റൈഫീസൺ ബാങ്ക്സ് വാസ്. റൈഫീസൺ ബാങ്കിന്റെ പ്രവർത്തനം ഏത് ഏരിയ കേന്ദ്രീകരിച്ചാണ്? ഓപ്ഷൻസ്: വൈഡ്, നാഷണൽ, റീജിയണൽ, വില്ലേജ്. കറക്റ്റ് ആൻസർ വില്ലേജ് ആണ്. റൈഫീസൺ ബാങ്കുകളുടെ പ്രവർത്തനം
വില്ലേജുകൾ കേന്ദ്രീകരിച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് RBI ഈസ് കോൾഡ്. RBIയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ്: മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, ഗവർണർ, പ്രസിഡന്റ്. കറക്റ്റ് ആൻസർ ഗവർണർ ആണ്. RBIയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ ഗവർണർ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ ബാങ്ക് ഹാവിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ വേൾഡ് ഈസ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസുകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ഓപ്ഷൻസ്: പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്. ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫാദർ ഓഫ് അക്കൗണ്ടൻസി ഈസ്. അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ആഡം സ്മിത്ത്, ലൂക്ക പാസിയോളി, ബെഞ്ചമിൻ ഗ്രഹാം, കാറൽ മാക്സ്. കറക്റ്റ് ആൻസർ ലൂക്ക പാസിയോളി ആണ്. അക്കൗണ്ടൻസിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ലൂക്ക പാസിയോളി.